നമസ്കാരം. പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാനും പ്രളയ സാധ്യതകൾ മുൻകൂട്ടി കണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഒരുക്കാനും ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെയുള്ള സമഗ്രവും ആധുനികവുമായ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രോഗ്രാം സംസ്ഥാനത്ത് നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കാലാവസ്ഥ നിരീക്ഷിക്കുകയും മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അപകട സാധ്യതയുള്ള സകല മേഖലകളിലും കൃത്യമായ ഫ്ലഡ് മാപ്പിംഗും നടത്താനും ഡാമുകളിലും പുഴകളിലും വർഷങ്ങളായി അടിഞ്ഞുകൂടിയിട്ടുള്ള മണലും ചെളിയും മാലിന്യങ്ങളും ഒക്കെ നീക്കം ചെയ്യാനും റവന്യൂ ജലസേചന വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. മഴ കുറയുന്നതോടെ പദ്ധതികൾ അതിവേഗം പ്രാവർത്തികമാക്കുമെന്ന വാർത്തകൾ പുറത്തുവരുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായും മുൻ ഭരണാധികാരികളുടെ പൊള്ളയായ അഹങ്കാരങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മന്ത്രിസഭാ അംഗങ്ങളും വലിയ ഉദ്യോഗസ്ഥ വൃന്ദവും കോടികളുടെ നികുതി പണം മുടക്കി നെതർലൻഡ്സിലും യൂറോപ്പിലും പോയി വന്നിട്ടും നടപ്പിലാക്കാൻ കഴിയാത്ത വലിയ പ്രതിരോധ പദ്ധതികളാണ് യാതൊരു വിദേശയാത്രാ ദൂർത്തുമില്ലാതെ ഇവിടെ നാട്ടിൽ തന്നെ ഇരുന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനായി പോകുന്നത്. പഠനം നടത്താൻ പോകുന്നുവെന്ന് പറഞ്ഞ് ജനങ്ങളുടെ നികുതി പണം മുഴുവൻ വെള്ളത്തിലൊഴുക്കി നാടിന് ഒരു ഉപകാരവുമില്ലാത്ത ഫോട്ടോഷൂട്ട് നടത്തി മടങ്ങിയ പഴയ ഭരണം നമ്മൾ കണ്ടതാണ്. എന്നാൽ വി.ഡി. സർക്കാർ കാണിക്കുന്നത് വെറും വാഗ്ദാനങ്ങളല്ല, മറിച്ച് സാങ്കേതിക വിദ്യയെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കൃത്യമായ പ്ലാനിംഗ് ആണ്. പ്രളയ സാധ്യതകൾ ശാശ്വതമായി കുറയ്ക്കാൻ എല്ലാ നദികളിലും സമഗ്രമായ ലാൻഡ് ഓഡിറ്റിംഗ് നടത്താനാണ് സർക്കാരിന്റെ തീരുമാനം. പുഴകളിലെ കയ്യേറ്റങ്ങൾ കണ്ടെത്താനും സ്വാഭാവിക ഒഴുക്കിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് മണ്ണിട്ട് നികത്തിയ ഭാഗങ്ങൾ തിരിച്ചറിയാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. ഇതുകൂടാതെ ഡാമുകളിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ്, അവിടെ നിന്ന് പുറത്തേക്ക് വിടുന്ന വെള്ളം, ക്യാച്ച്മെന്റ് ഏരിയകളിൽ പെയ്യുന്ന മഴയുടെ തോത്, ഭാവിയിലെ മഴ സാധ്യതകൾ, നദീതീരങ്ങളിലെ ജലനിരപ്പ് എന്നിവയെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും AI അഥവാ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ഡാം മാനേജ്മെന്റ് സിസ്റ്റമാണ് സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നത്. ഇതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞു. 2018 മനുഷ്യനിർമ്മിതമായ പ്രളയമുണ്ടാക്കി സകല ഡാമുകളുടെയും ഷട്ടറുകൾ ഒന്നിച്ചു തുറന്നുവിട്ട് അടിയന്തര സാഹചര്യങ്ങൾ നിയന്ത്രിക്കാൻ അറിയാതെ പ്രകൃതി ദുരന്തത്തിന് മുന്നിൽ കൈമലർത്തി നിന്ന അന്നത്തെ പിണറായി സർക്കാരിന്റെ വീഴ്ചകൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വ്യക്തമായി തന്നെ അറിയാം. ജനങ്ങൾ നൽകുന്ന നികുതി പണം എടുത്ത് PR ഏജൻസികൾക്ക് കൊടുക്കാനും വിദേശ ടൂറുകൾ അടിച്ച് സുഖിക്കാനും മാത്രം കഴിഞ്ഞ് പിണറായി ഭരണം സൃഷ്ടിച്ച കുഴപ്പങ്ങളാണ് നമ്മൾ ഇത്രയും കാലം അനുഭവിച്ചത്. എന്നാൽ അവിടെ നിന്നാണ് ഒരു രൂപ പോലും അധിക ചെലവില്ലാതെ ഏറ്റവും ആധുനികമായ AI ഡ്രൈവർ സിസ്റ്റം വഴി ഡാം മാനേജ്മെന്റും ഫ്ലഡ് മാപ്പിംഗും നടപ്പിലാക്കാൻ സതീശൻ സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത്. നദികളുടെ സ്വാഭാവിക ഒഴുക്ക് വീണ്ടെടുക്കാതെയും ഡാമുകളിലെ ജലനിരപ്പ് ശാസ്ത്രീയമായി ക്രമീകരിക്കാതെയും വലിയ വിദേശ പദ്ധതികളെ കുറിച്ച് ഡയലോഗ് അടിച്ചിട്ട് ഒരു കാര്യവുമില്ലെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഭരണമെന്നത് വമ്പൻ PR സ്റ്റണ്ടുകളല്ലെന്നും അത് ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആധുനിക സാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്തി ക്രിയാത്മകമായി കാര്യങ്ങൾ നടപ്പിലാക്കാനാണെന്നും മുഖ്യമന്ത്രി തെളിയിക്കുകയാണ്. വിദേശത്ത് പോയി നികുതി പണം ചിലവാക്കി തിരിച്ചു വന്നവർക്ക് മുൻപിൽ നാട്ടിലിരുന്ന സാങ്കേതികതയെ സമർത്ഥമായി ഉപയോഗിച്ച് നാടിനെ പ്രളയത്തിൽ നിന്നും രക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു പുതിയ ഭരണശൈലിയെ നാടൊന്നാകെയുള്ള ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്.